അടിസ്ഥാനത്തിലാണ്. ശ്രീ ബേസിൽ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു അധ്യാപകൻ ഒരു ചോദ്യമിടുകയാണ്. 27 വർഷക്കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജയിലിൽ കടന്ന വ്യക്തി ആരാണ്? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം കുഞ്ഞുങ്ങൾ എഴുതുന്നത് വി ഡി സവർക്കർ എന്നാണ്. അല്ലാതെ അവിടെ നെഹ്റു എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. അതിനെന്തിനാണ് ഇത്ര പുകിലുണ്ടാക്കുന്നത്? ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തെരുവിൽ അധ്യാപകനെതിരെ നിങ്ങളുടെ യുവജന സംഘടനയും ഇവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനയും പ്രക്ഷോഭത്തിനായി ഇറങ്ങുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മറ്റ് ദേശീയ സംഘടനകൾ രംഗത്ത് വരുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അതായത് സ്വാഭാവികമായും സവർക്കറിന് അവർ ഉത്തരവെഴുതും എന്നാണ് അങ്കർ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. അതായത് ഈ പറയുന്ന പോലെ നമ്മളൊരു 3-4 പേര് കൂടി വന്നിരുന്ന് പറഞ്ഞാൽ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ എന്താവില്ല, ചരിത്രമല്ലാതാവില്ല. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന BJP-യുടെ പ്രതിനിധി വീര സവർക്കർ 1020 ദിവസം ജയിലിൽ കിടന്നു. അതുപോലെ ഈ പറയുന്ന പോലെ ദ്രോഹപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ അധ്യാപകരോട് ചെയ്തത് നീതിയല്ലാത്ത കാര്യമാണ്, ദേശവിരുദ്ധപരമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയണ്ടായി. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഈ പറയുന്ന പോലെ തന്നെ അതിന്റെ കൂടെ എഴുതി ചേർക്കണം. അതായത് ബ്രിട്ടീഷുകാരോട് മാപ്പിരക്കുകയും ബ്രിട്ടീഷുകാരുടെ ആ ഷൂ നക്കിയവന്റെ പേരെന്താണ് എന്ന ചോദ്യം കൂടെ അതിലേക്ക് ആ അധ്യാപകന് ബോധമുണ്ടായിരുന്നുവെങ്കിൽ, ആ അധ്യാപകൻ ഈ പറയുന്ന പോലെ അധ്യാപക വൃത്തിയോട് അദ്ദേഹം നീതി പുലർത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ ഷൂ നക്കിയവന്റെ പേര് എന്താണ് എന്നുകൂടെ ആ ചോദ്യത്തിൽ അത്ര മോശപ്പെട്ട ആളാണെങ്കിൽ എന്തിനാണ് ഈ സ്റ്റാമ്പൊക്കെ ഇറക്കിയത് ഇന്ദിരാഗാന്ധി? അല്ല, അത്ര മോശപ്പെട്ട ആളാണെങ്കിൽ എന്തിനാണെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്തിനാണ് ആദരിച്ചത്? ആങ്കർ പ്രകോപിതനോ? ഞാൻ ഉത്തരം പറയട്ടെ ആങ്കർ. ഇത് എന്റെ ടേൺ, ഞാൻ ആൻസർ ചെയ്യട്ടെ. അപ്പോൾ ഈ അധ്യാപകൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് എനിക്കും ആങ്കർക്കും കൃത്യമായിട്ട് അറിയാം, ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൂ. ഈ പറയുന്ന സവർക്കറെ പറ്റി മോശം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ എന്താ, അതോടൊപ്പം തന്നെ മാപ്പിരുന്നത് ആരാണെന്നും മാപ്പെഴുതി കൊടുത്തത് ആരാണെന്നും ചൂനക്കിയവൻ ആരാണെന്നും കൂടെ ആ ചോദ്യം കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തണമായിരുന്നു. അതുകൂടെ ചെയ്തതാണല്ലോ. ഈ ബേസിൽ എങ്ങനെ അല്ല താങ്കൾ ഈ ഷൂ നക്കി എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റി അങ്ങനെ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണമല്ലോ. ഇനിയും താങ്കൾ പറഞ്ഞ ഈ മൈ ഒബീഡിയന്റ് സെർവന്റ് എന്ന് എഴുതിയതാണോ? അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഷൂ നക്കി നെഹ്റു ആണ്. പലതവണ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. അതായത് താങ്കളുടെ പ്രസ്ഥാനത്തിൽ, അതായത് ആങ്കർ ഉൾപ്പെടെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആള്, അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യമിട്ട അധ്യാപകന്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന നേതാവ് ഈ പറയുന്ന പോലെ മാപ്പ് എഴുതി കൊടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞ എന്താ, മാപ്പ് എഴുതി കൊടുക്കുകയും ഷൂ നക്കുകയും ചെയ്യുന്ന ഞാൻ പറഞ്ഞേ. അതിന്റെ അകത്ത് വന്നിട്ട് ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിപരമായിട്ടുള്ള പദങ്ങളിലിരുന്ന ആളുകളെ പറ്റി വെറുതെ ആവശ്യത്തെ കാര്യം പറഞ്ഞാൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അങ്ങനൊന്നുമില്ല. താങ്കൾ സവർക്കറെ പറ്റി പറഞ്ഞ ഞങ്ങൾ നെഹ്റുവിനെ പറ്റി പറയും. നിങ്ങളെപ്പോലെ വർഗീയത എന്ന് പറയുന്ന ചീട്ടുകൊണ്ട് ഏത് വർഗീയത? മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വിഭജിച്ച ആളുടെ പേരാണ് നെഹ്റു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യ വിഭജനത്തിന് കൂട്ടുന്ന ആളുടെ പേരാണ് നെഹ്റു. താങ്കൾ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? വന്ന ആൾക്കാരല്ല നിങ്ങളെ പോലെ രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു. അതാണ് ഞങ്ങൾ പറഞ്ഞത്. രാജ്യം മതത്തിന്റെ പേരിൽ 2 കഷ്ണമാക്കിയ ആൾക്കാരാണ് നിങ്ങൾ. 2 കഷ്ണമാക്കി 1947. അറിയില്ല ഈ ചരിത്രമൊന്നും. സവർക്കറെ പറയുമ്പോ പൊള്ളുന്നോ? ഇതുകൂടെ ആഡ് ചെയ്ത് ചേർന്നായിരുന്നു. ഞാനൊരു കാര്യം പറയാം. ആ അധ്യാപകൻ എന്തെങ്കിലും സംഘടനാ പ്രവർത്തനം ഉണ്ടെങ്കിൽ ആ അധ്യാപകൻ ആ സംഘടനാ പ്രവർത്തനം അവിടെ പോയി ഇറക്കിയാൽ മതി. ഇന്ന് കേരളം ഭരിക്കുന്ന UDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇരിക്കുമ്പോ ഇങ്ങനെയുള്ള അച്ചടക്ക നടപടിയൊക്കെ സ്വീകരിക്കും. അതിന് നിങ്ങൾ എന്തോരം നിങ്ങൾക്ക് എവിടെയൊക്കെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറ. സവർക്കർ എത്ര മോശപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളുടെ തന്നെ പൂർവ്വ നേതാക്കൾ എന്തിനാണ് സവർക്കറെ ആദരിച്ചത്? താങ്കൾ അതിന്റെ ഉത്തരം പറയൂ. താങ്കളുടെ ബോധ്യത്തിൽ സവർക്കർ മോശപ്പെട്ട ആളാണല്ലോ. എന്റെ ചോദ്യം, അത്ര മോശപ്പെട്ട ആളാണ് സവർക്കറെങ്കിൽ എന്തിനാണ് ഇന്ദിരാഗാന്ധി സവർക്കറെ വാഴ്ത്തിപ്പാടിയത് പാർലമെന്റിൽ? താങ്കൾ അതിന് ഉത്തരം പറഞ്ഞ ക്ലാരിറ്റി വരും. ഇനി മഹാത്മാഗാന്ധി 1920 സ്വരാജ് എന്ന് പറഞ്ഞ മാഗസിനകത്ത്, യങ് ഇന്ത്യ എന്ന മാഗസിനകത്ത് എന്താണ് സവർക്കറെ പറ്റി എഴുതിയിട്ടുള്ളത്? അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത നിലപാട് എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക്? അതാണ് ചോദ്യം. ഇങ്ങനെയുള്ള അധ്യാപകനൊക്കെ വീട്ടിലിരുത്തും ഗൗതമേ. ഇങ്ങനെയുള്ള സമീപനം അവനവന്റെ ഉള്ളിലെ രാഷ്ട്രീയം കുഞ്ഞു പിഞ്ചോമനകളുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ അവന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെയുള്ളവനൊക്കെ ഇതുപോലെ തന്നെ സസ്പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കും. ഇങ്ങനെയുള്ളവനൊക്കെ അച്ചടക്കം തികച്ച് വീട്ടിലിരിക്കും. കാരണം ഇന്ന് കേരളം ഭരിക്കുന്നത് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരാണ്. ഇന്ന് കേരളം ഭരിക്കുന്നത്. അങ്ങനെയുള്ള സർക്കാർ ഭരിക്കുമ്പോ അവന്റെ ഇങ്ങനത്തെ കുത്തിക്കേറ്റും അവന്റെ ഇങ്ങനത്തെ പുഴുഞ്ഞുളയ്ക്കുന്ന സ്വഭാവമൊക്കെ അവനവന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ആ പരിപാടിയൊക്കെ അവനെന്തെങ്കിലും പ്രസ്താവന. അല്ല, ഞാൻ ചോദിച്ചതിന് താങ്കൾ ഇപ്പോഴും ഉത്തരം പറഞ്ഞില്ല.
ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കോൺഗ്രസിന്റെ പൂർവ്വകാല നേതാക്കന്മാർ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് ഉൾപ്പെടെ വി.ഡി. സവർക്കറോട് ബഹുമാനമുണ്ടായിരുന്നു. അതിന് ധാരാളം തെളിവുകളുണ്ട്. അവർ എഴുതിയ രേഖകളുണ്ട്. അവർ വിവിധ മാഗസിനുകളിൽ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇരിക്കെ എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് മാത്രം എന്താണ് സവർക്കറോട് പ്രശ്നം? അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ അപ്പോൾ അധ്യാപകനിലേക്ക് കേന്ദ്രീകരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോവുക. അധ്യാപകനിലേക്ക് കേന്ദ്രീകരിച്ച് കാര്യം പറയണ്ടേ? പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം സ്പെസിഫിക് അല്ല. അധ്യാപകൻ ചെയ്ത നന്മയാണോ? ആ അധ്യാപകൻ ചെയ്ത നന്മയാണോ? ആ അധ്യാപകൻ ചെയ്ത നന്മയാണോ? അതെ, അധ്യാപകൻ ചെയ്ത തെറ്റെന്താ താങ്കളത് പറഞ്ഞു? അല്ല, അധ്യാപകൻ ചെയ്ത തെറ്റെന്താ താങ്കളത് പറഞ്ഞു? ആ പറ. എങ്ങനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന വ്യക്തിയാരാ? താങ്കൾ ഉത്തരം പറയൂ. താങ്കൾ ഉത്തരം പറ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ ഈ അധ്യാപകൻ എന്തുകൊണ്ട് ഈ അധ്യാപകനെ ഏത് പ്രസ്ഥാനം വിശ്വസിച്ചാണെന്ന് നമുക്കറിയാലോ. ഈ അധ്യാപകൻ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന അധ്യാപകൻ ഇട്ട ചോദ്യം തെറ്റാണോ ശരിയാണോ അത് പറയൂ താങ്കൾ. അധ്യാപകന്റെ ചോദ്യം തെറ്റിച്ച അധ്യാപകൻ അതിന്റെ കൂടെ മാപ്പ് എഴുതി കൊടുത്ത ആളുടെ പേര് അല്ലല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന വ്യക്തിയാരാ? താങ്കൾ ഉത്തരം പറയൂ. അധ്യാപകരുടെ ചോദ്യം അതല്ലേ? സവർക്കർ എന്നാണ് അതിന്റെ ഉത്തരം. നെഹ്റു എന്നല്ല, സവർക്കർ എന്നാണ് അതിന്റെ ഉത്തരം. നെഹ്റുവിന്റെ പേര് എഴുതാൻ പറ്റില്ല. രാജ്യം വിഭജിച്ച നെഹ്റുവിന്റെ പേര് അവിടെ എഴുതാൻ പറ്റില്ല. തേർഡ് റേറ്റ് പൊളിറ്റിക്സ് ആണ്. വീട്ടിലെടുത്താൽ മതി. ശരി ആയിക്കോട്ടെ.